ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുന്നോടിയായി 1991 BJP ഏകതായാത്ര നടത്തിയിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള യാത്രയായിരുന്നു അത്. അന്നാണ് പാലക്കാട് പുതുപ്പള്ളി തെരുവിലെ സിറാജുനിസ എന്ന 11-കാരിയെ പോലീസ് വെടിവെച്ച് കൊല്ലുന്നത്. 1991 ഡിസംബർ 15 ഉച്ചസമയത്ത് സിറാജുനിസ എന്ന 11-കാരി വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കുകയായിരുന്നു. ഈ സമയത്തു തന്നെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള യാത്രയും നടക്കുന്നത്. വിവിധ മതസ്ഥർ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന പാലക്കാടിന്റെ തെരുവുകളിലൂടെ രഥമുരുണ്ടതോടെയാണ് 11-കാരിയുടെ ജീവൻ പൊലിയുന്നത്. സിനിമ വിട്ടു പോകുന്ന ആൾക്കാരും ഇവിടെ അന്ന് ഞായറാഴ്ച കൊണ്ട് പലരും ലീവായതുകൊണ്ട് സാധാരണ ഇവിടെയൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലീസുകാർക്ക് ലാത്തി ചാർജ് ചെയ്ത് ഇവിടെയുള്ള ആൾക്കാർ വീണ്ടും എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇവിടെ തന്നെ നിന്നപ്പോൾ പിന്നെ ഷൂട്ടിംഗ് ഓർഡർ കൊടുത്ത് ആ ഭാഗത്തുനിന്ന് വെടി ഈ മൂക്കിൻ്റെ ദൂരത്തിൽ അടിച്ചിട്ട് ബാക്കിലേക്ക് വന്നു. അപ്പോൾ കുട്ടി വീണതും നാം വീട്ടിൽ നിന്ന് ഓടി വരികയും അങ്ങനെ കുട്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കുക. പോലീസ് വേനിലാണ് പോയത്. പിന്നെ പോലീസുകാരൊക്കെ നല്ല തല്ലി. അന്ന് ഉത്തരമേഖല DIG ആയിരുന്ന രമൺ ശ്രീവാസ്തവയുടെ ഉത്തരവ് പ്രകാരമാണ് വെടിവെപ്പ് നടന്നത്. വെടിവെപ്പ് നടത്തിയ പോലീസുകാർക്കെതിരെ നിയമ നടപടികളൊന്നും ഉണ്ടായില്ല. പകരം 11 വയസ്സുള്ള സിറാജുനീസയാണ് ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. വർഷം 22 കഴിഞ്ഞിട്ടും വെടിവെപ്പ് ഓർമ്മപ്പെടുത്തുകയാണ് സിറാജുനീസയുടെ അയൽവാസിയുടെ കിണർഭിത്തിയിൽ തുളച്ചുകയറിയ വെടിയുണ്ടയുടെ പാടും വെടിവെപ്പിൽ തകർന്ന ജനൽ ചില്ലുകളും. മീഡിയ 1 പാലക്കാട്.